ഈസ് ദ ലോർഡ്. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ യേശു മതിയായവൻ. കാൽവരി മാലാമേൽ കയറി മുൾമുടി ശിരസിൽ വാഹിച്ചു, എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. അവനാദ്യനുമന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ, 10,000 അതിശ്രേഷ്ഠനവൻ, സ്വസ്ത്യനാം വന്യനാം നായകൻ. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങളനുനിമിഷം, പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തുണ, എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. യേശു രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ, ഞാൻ അവനിടം പറന്നുയരും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 128 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം കൂടി നമുക്ക് ചിന്തിക്കാം. അതിനായി വിശുദ്ധ വേദ പുസ്തകത്തിലെ ഒരു ഭാഗം. ഹല്ലേലൂയ. യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26 അധ്യായം 4 തിരുവചനത്തിൽ, യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. പ്രിയരേ, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. സാഹചര്യങ്ങൾ മാറാം, മനുഷ്യരുടെ വാക്കുകളും മനസ്സുകളും മാറാം, സാമ്പത്തികമായ സ്ഥിതികൾക്ക് മാറ്റം വരാം, ആരോഗ്യം മാറാം, നമ്മുടെ ശക്തി കുറയാം. എന്നാൽ നമ്മുടെ ദൈവം മാറുന്നില്ല. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3 അധ്യായം 6 വാക്യത്തിൽ, ഞാൻ യഹോവ മാറാത്തവൻ. അതുകൊണ്ട് വചനം നമ്മോട് പറയുന്നത് യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. നമ്മുടെ ആശ്രയം മനുഷ്യരിലല്ല, സാഹചര്യങ്ങളിലല്ല, നമ്മുടെ സ്വന്തം കഴിവിലും അല്ല. ശാശ്വതമായ പാറയായ യഹോവയിലാണ് നമ്മുടെ ആശ്രയം. യഹോവയാണ് നമ്മുടെ ശാശ്വതമായ പാറ. സങ്കീർത്തനം 18:2, യഹോവ എൻ്റെ പാറയും എൻ്റെ കോട്ടയും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 62:6-7 വാക്യങ്ങളിൽ, അവൻ മാത്രം എൻ്റെ പാറയും എൻ്റെ രക്ഷയും എൻ്റെ കോട്ടയും ആകുന്നു, ഞാൻ കുലുങ്ങുകയില്ല എന്ന് കാണുന്നു. ആവർത്തന പുസ്തകം 32:4, അവൻ പാറ, അവന്റെ പ്രവൃത്തി നിഷ്കളങ്കം ആകുന്നു. സങ്കീർത്തനം 31:3, നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമാകുന്നു. പാറ ഉറപ്പിന്റെ പ്രതീകമാണ്. കാറ്റും മഴയും വന്നാലും പാറ നിലനിൽക്കും. അതുപോലെ ജീവിതത്തിൽ എത്ര പ്രതികൂലങ്ങൾ വന്നാലും ദൈവത്തിൽ വേരൂന്നിയ ജീവിതം തകർന്നു പോകയില്ല. മത്തായി 7:24-25 വാക്യങ്ങളിൽ യേശു പാറമേൽ വീട് പണിത ജ്ഞാനിയായ മനുഷ്യനെ കുറിച്ച് പഠിപ്പിക്കുന്നു. മഴയും വെള്ളപ്പൊക്കവും കാറ്റും വന്നിട്ട് ആ വീട് വീണില്ല.
നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തു ആയിരിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. സദൃശവാക്യങ്ങൾ 3:5, 6 വചനങ്ങളിൽ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം ബുദ്ധിയിൽ ഊന്നരുത്. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകയില്ല. ചില വഴികൾ എന്തുകൊണ്ടാണ് അടഞ്ഞതെന്ന് നമുക്കറിയയില്ല. ചില പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ടാണ് താമസം ഉണ്ടാകുന്നത് എന്നും മനസ്സിലാകില്ല. എന്നാൽ നമുക്ക് അറിയാത്തത് ദൈവത്തിനറിയാം. സങ്കീർത്തനം 37:5, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. സങ്കീർത്തനം 55:22, നിന്റെ ഭാരങ്ങൾ യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. പ്രിയരെ, നമുക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കൊടുങ്കാറ്റിലും ദൈവം നമ്മോട് കൂടെ. വിശ്വാസമുള്ളവരുടെ ജീവിതത്തിലും ഹല്ലേലൂയ, ആമേൻ, കൊടുങ്കാറ്റുകൾ ഉണ്ടാകാം, എന്നാൽ യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. സങ്കീർത്തനം 46:1-3 വരെ വചനങ്ങളിൽ ദൈവം നമ്മുടെ സങ്കേതവും ശക്തിയും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയും ആകുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:2, നീ വെള്ളത്തിൽ കൂടിയത് കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ശ്രദ്ധിക്കുക, വചനം പറയുന്നത് നിനക്ക് വെള്ളത്തിലൂടെ കടക്കേണ്ടി വരില്ല എന്നല്ല, പകരം നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദൈവം എല്ലായ്പ്പോഴും കൊടുങ്കാറ്റ് നീക്കണം എന്നില്ല, എന്നാൽ കൊടുങ്കാറ്റിന്റെ നടുവിൽ നമ്മെ കൈവിടുകയില്ല. സങ്കീർത്തനം 23:4, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ യേശു കർത്താവ് എന്റെ കൂടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ഭയപ്പെടാതെ ദൈവത്തിൽ വിശ്വസിക്കുക. യെശയ്യാവ് 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സങ്കീർത്തനം 56:3-4 വചനങ്ങളിൽ ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കും. യോശുവ 1:9, ബലവും ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഭയപ്പെടരുത്. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഭയം വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ പ്രശ്നങ്ങളിലേക്ക് പോകാം, എന്നാൽ വിശ്വാസം അത് നമ്മോട് പറയും, പ്രശ്നത്തെക്കാൾ ഹല്ലേലൂയ വലിയ ദൈവത്തെ നോക്കുക. കാത്തിരിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക. ചില പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം ലഭിക്കണം എന്നില്ല. അതുകൊണ്ട് ദൈവം നമ്മെ മറന്നുവെന്ന് അർത്ഥമില്ല. സങ്കീർത്തനം 27:14, യഹോവയെ കാത്തിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറപ്പുള്ളതായിരിക്കട്ടെ. യെശയ്യാവ് 40:31, യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും എന്ന് കാണുന്നു. വിലാപങ്ങൾ 3:25-26 വാക്യങ്ങളിൽ യഹോവയെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്ക് അവൻ നല്ലവനാണ്. ദൈവത്തിന്റെ താമസം ദൈവത്തിന്റെ നിരാകരണം അല്ല. ദൈവത്തിന് ഒരു സമയം ഉണ്ട്, ദൈവത്തിന് ഒരു വഴിയുണ്ട്, ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് കാത്തിരിക്കുമ്പോഴേക്കും ഹല്ലേലൂയ നമുക്ക് വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു. വൈകിയാലും വരും, അതിനായി കാത്തിരിക്കുക എന്ന് ദൈവവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യരെക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക. സങ്കീർത്തനം 118:8-9 വചനങ്ങളിൽ യഹോവയിൽ ശരണം പ്രാപിക്കുന്നത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് കാണുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17:7-8 വാക്യങ്ങളിൽ യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. ചൂട് വന്നാലും അവൻ ഭയപ്പെടുകയില്ല, വരൾച്ച വന്നാലും ഫലം കായ്ക്കുന്നതിൽ നിന്ന് അവൻ ഹല്ലേലൂയ മുടങ്ങുകയില്ല. സാഹചര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ നിയന്ത്രിക്കരുത്. ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ പ്രതികരണത്തെ നിയന്ത്രിക്കട്ടെ. ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. ആവർത്തന പുസ്തകം 31:8 ദൈവം നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് കാണുന്നു. എബ്രായർ 13:5 യേശു നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് കാണുന്നു. സങ്കീർത്തനം 94:14 യഹോവ തന്റെ ജനത്തെ തള്ളിക്കളകയില്ല,
മനുഷ്യർ നമ്മെ തെറ്റിദ്ധരിച്ചേക്കാം, മനുഷ്യർ നമ്മെ വിട്ടുപോയേക്കാം, മനുഷ്യരുടെ സഹായം പരിമിതമായേക്കാം. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഒരിക്കലും പരാജയപ്പെടുകയില്ല. വിശ്വാസം സാഹചര്യങ്ങളെക്കാൾ വലിയതാണ്. 2 കൊരിന്ത്യർ 5:7. കാഴ്ചയാൽ അല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. വിശ്വാസം എന്നത് പ്രശ്നങ്ങളില്ലെന്ന് നടക്കുന്നതല്ല, പ്രശ്നമുണ്ടായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനാണ് എന്നുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റോമർ 8:31 ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ദൈവത്തിന്റെ സ്നേഹത്തിൽ ആശ്രയിക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ സ്നേഹമാണ്. റോമർ 8:38-39 വചനങ്ങളിൽ ഒന്നിനും നമ്മെ ക്രിസ്തു യേശുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് കാണുന്നു. യോഹന്നാൻ 10:28-29 വാക്യങ്ങളിൽ യേശു തൻ്റെ ആടുകൾക്ക് ജീവൻ നൽകുന്നു, അവയെ യേശുവിന്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കുകയില്ല. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്നുള്ള ഉറപ്പോടെ വിശ്വാസത്തോടെ ആയിരിക്കാം. ദൈവവചനത്തിൽ ആശ്രയിക്കുക. നമ്മുടെ വികാരങ്ങൾ മാറാം, സാഹചര്യങ്ങൾ മാറാം, എന്നാൽ ദൈവവചനം എന്നേക്കും നിലനിൽക്കുന്നു. യെശയ്യാവ് 40:8 നമ്മുടെ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കും. സങ്കീർത്തനം 119:105 നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. അതിനാൽ ഇരുട്ടിൽ വഴി കാണാത്തപ്പോൾ വചനത്തെ പിടിച്ചു നിൽക്കുക. പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ ആശ്രയിക്കുക. ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങൾ ഒന്നിനാലും വിചാരപ്പെടാതെ സകലത്തിലും പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടെ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കണം എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തു യേശുവിൽ കാക്കുവാൻ ഇടയായി തീരും. 1 പത്രോസ് 5:7 നിങ്ങളുടെ സകല ചിന്താകുലവും യേശുവിന്റെ ചുമലിൽ ഇട്ടുകൊള്ളുക, യേശു കർത്താവ് നിങ്ങൾക്കായി കരുതുന്നു. എത്ര മനോഹരമായ വാക്കുകളാണ്! ആശ്വാസത്തിന്റെ വചനമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നു. യേശു കർത്താവ് നമുക്കായി കരുതുന്നു എന്നുള്ള ആ ഉറപ്പും ധൈര്യവും എല്ലായ്പ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ അനുഗ്രഹം. സങ്കീർത്തനം 1:1-3 വരെ നോക്കുമ്പോൾ ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവൻ വെള്ളത്തിന്റെ അരികെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണ് എന്ന് കാണുന്നു. സങ്കീർത്തനം 112:7 ദുർവാർത്ത കേൾക്കുമ്പോൾ അവൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ഉറച്ചിരിക്കും. സങ്കീർത്തനം 125:1 യഹോവയിൽ ആശ്രയിക്കുന്നവർ സിയോൻ പർവ്വതം പോലെയാകുന്നു, അത് കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കും. പ്രിയരെ, ഇന്ന് നമുക്ക് വിശ്വാസത്തോടെ പറയാം, എൻ്റെ ദൈവം എൻ്റെ പാറയാണ്, എൻ്റെ ദൈവം എൻ്റെ കോട്ടയാണ്, എൻ്റെ ദൈവം എൻ്റെ സങ്കേതമാണ്, എൻ്റെ ദൈവം എൻ്റെ ശക്തിയാണ്, എൻ്റെ ദൈവം എൻ്റെ സമാധാനമാണ്, എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എൻ്റെ സാഹചര്യം മാറിയാലും എൻ്റെ ദൈവം മാറുകയില്ല. കൊടുങ്കാറ്റ് വന്നാലും എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടാകും. കാത്തിരിക്കേണ്ടി വന്നാലും ഞാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കും. അതിനാൽ ഞാൻ എന്നേക്കും യഹോവയിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയമായിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. തുടർന്നും ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ നമ്മെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ശാശ്വതനായ ദൈവമേ, ഞങ്ങളുടെ പാറയും കോട്ടയും സങ്കേതവും ശക്തിയും ആയിരിക്കുന്നതിനായി അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സാഹചര്യങ്ങൾ മാറുമ്പോഴും യേശു കർത്താവിൽ നിന്ന് ഞങ്ങളുടെ കണ്ണുകൾ മാറാതിരിക്കുവാൻ കൃപ തരണമേ. ഭയത്തിന്റെ സമയത്ത് വിശ്വാസവും, കാത്തിരിപ്പിന്റെ സമയത്ത് ക്ഷമയും, കണ്ണുനീരിന്റെ സമയത്ത് ആശ്വാസവും, ബലഹീനതയിൽ ശക്തിയും തരണമേ. ഞങ്ങളുടെ ഭാരങ്ങളും ആശങ്കകളും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്ന വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും ഭാവിയെയും ശുശ്രൂഷകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം പാറമേൽ പണിത വീട് പോലെ ഉറപ്പുള്ളതാക്കണമേ. ഞങ്ങളുടെ വിശ്വാസം സാഹചര്യങ്ങളെക്കാൾ വലുതായി തീരട്ടെ.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ. ആമേൻ.